ഗായകൻ സുദീപ് കൂടി നമുക്ക് ചേരുകയാണ്. സുദീപ്, എങ്ങനെയൊക്കെയാണ് മലയാളിക്ക് ജാനകിയമ്മയെ വിശേഷിപ്പിക്കുക എന്നത് വല്ലാത്ത ഒരു അന്താളിപ്പ് ഇപ്പോഴുണ്ട്. മലയാളിയുടെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് ഇത്രയധികം പാടിയ മറ്റൊരു ഗായികയുണ്ടോ? മലയാളി മാത്രമല്ല, ഈ ജാനകിയമ്മയുടെ പാട്ടുകൾ കേട്ടവരെല്ലാം തന്നെ ജാനകിയമ്മയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയായിരുന്നു. എങ്ങനെ ഓർത്തെടുക്കാൻ കഴിയുന്നു ജാനകിയമ്മയുടെ പാട്ടുകളെ? ഓർമ്മയിൽ എനിക്ക് ആദ്യമായിട്ടൊരു സ്ത്രീ ശബ്ദം, ഒരു ഗായികയുടെ ശബ്ദം മനസ്സിൽ രജിസ്റ്റർ ആയത് ജാനകിയമ്മയുടെയാണ്. വളരെ കുട്ടിക്കാലത്ത് കേട്ട പാട്ടുകൾ ജാനകിയമ്മ ആണ് ആദ്യമായിട്ടൊരു പാട്ടുകാരി എന്നുള്ള രീതിയിൽ തിരിച്ചറിയുന്നത്. പിന്നീടാണ് മറ്റു ഗായികമാരെ എല്ലാവരെയും തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. അന്ന് മുതൽ ജാനകിയമ്മ എന്ന് പറയുന്നത് അത്ഭുതമാണ്. ഒരു സാധാരണ ഗായിക അല്ലല്ലോ. അത് ഇപ്പൊ ഞാൻ പറയാതെ തന്നെ ജാനകിയമ്മയുടെ പാട്ട് കേട്ടിട്ടുള്ള ഏതൊരു മനുഷ്യനും തിരിച്ചറിയാൻ പറ്റും. അത്രയും വലിയ ഒരു പ്രതിഭ. അത് ഇന്ത്യൻ സിനിമാ സംഗീതത്തിലെ തന്നെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഗായിക എന്നുള്ള രീതിയിൽ, അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതെന്ന് നമുക്ക് പല ആളുകൾ അവാർഡുകളുടെ കാര്യം കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ, ഭാഷകളുടെ കാര്യത്തിലൊക്കെ ഒരുപാട് ഗായികമാർ ഹിന്ദിയിൽ നിന്നും മറ്റു ഭാഷകളിൽ നിന്നൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജിൽ പ്രത്യേകിച്ചും എല്ലാവർക്കും ജാനകിയമ്മയാണോ സുശീലാമ്മയാണോ മുന്നിൽ എന്നുള്ളതിൽ തർക്കം നടക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് അങ്ങനെ ഒരു മത്സരമല്ല. അതിനപ്പുറത്തേക്ക് ജാനകിയമ്മ എന്ന് പറഞ്ഞ ഗായിക എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമാ സംഗീതത്തിൽ തന്നെ ഒരു അത്ഭുതമാണ്. അത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. നമ്മുടെ ഒരുപക്ഷെ അതിനുശേഷം വന്ന ജനറേഷനിലുള്ള എല്ലാവർക്കും ഗുരുസ്ഥാനത്തുള്ള ആളാണ്. പ്രത്യേകിച്ച് ചിത്ര ചേച്ചിയൊക്കെ എപ്പോഴും ജാനകിയമ്മയെ കുറിച്ച് വാദോരാതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ ഇപ്പൊ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളാണെങ്കിലും ഏതൊരു വേദിയിൽ പാടുമ്പോഴും ജാനകിയമ്മയുടെ ഒരു പാട്ടാണ് മിക്കവാറും തെരഞ്ഞെടുത്ത് പാടാറുള്ളത്. അത്ര കണ്ട് എല്ലാ തലമുറകളെയും ജാനകിയമ്മ പാടാൻ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ, ഇന്ന് ഈ നിമിഷം വരെയും ജാനകിയമ്മയെ പിന്തുടർന്നിട്ടില്ലാത്ത, ജാനകിയമ്മയുടെ സംഗീതം ആസ്വദിച്ചിട്ടില്ലാത്ത ഒരാളും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സി സുദീപ്, ഒരിക്കൽ കൂടി, അതായത് നമുക്ക് MS ബാബുരാജാണെന്ന് തോന്നുന്നു ജാനകിയമ്മയെ മലയാളത്തിലേക്ക് കൊണ്ടുവരിക. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് പാട്ടാണ് ജാനകിയമ്മയിൽ നിന്ന് ഏത് പാട്ടാണ് മാറ്റി നിർത്താൻ കഴിയുക? ജാനകിയമ്മ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ മലയാളിയുടെ എല്ലാ വികാരഭാവങ്ങളോടും ചേർന്ന് നിന്നൊരു ഗായിക എന്ന് തന്നെ പറയാൻ കഴിയുന്നു. അതായത് മലയാളിയുടെ വിരഹമായാലും പ്രണയമായാലും ആനന്ദമായ സന്തോഷമായാലും എല്ലാം അങ്ങനെ മലയാളിക്ക് എല്ലായ്പ്പോഴും ഒന്ന് മൂളി നടക്കാൻ പറ്റിയ ഒരു ഗാനങ്ങൾ, ഓരോരോ ഗാനങ്ങൾ ജാനകിയമ്മ തന്നിട്ടുണ്ട്. ജാനകിയമ്മയെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ മലയാളം മാത്രമല്ല, തമിഴ്, തെലുങ്ക്, കന്നഡ എല്ലാ ഭാഷകളിലും, എല്ലാ സൗത്ത് ഇന്ത്യൻ ഭാഷകളിലും, ഇന്ത്യയിലെ മറ്റു ഭാഷകളിലെ എല്ലാം ജാനകിയമ്മയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതാത് ഭാഷകൾക്ക് വലിയ ഒരു സംഭാവനയാണ്. നമുക്കത് ഗണിക്കാൻ പറ്റുന്നതല്ല. മലയാളികളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ചലച്ചിത്ര സംഗീതത്തിന്റെ ഒരു രൂപഘടന തീരുമാനിക്കപ്പെട്ട കാലഘട്ടത്തിലെ ജാനകിയമ്മ രംഗത്ത് വന്നയാളാണ്. അതുകൊണ്ട് തന്നെ ആ പാട്ടുകൾക്ക് അന്നത്തെ പരിമിതമായ ടെക്നോളജിയിൽ റെക്കോർഡ് ചെയ്ത പാട്ടുകൾ പോലും ഒരു ഗായിക എന്നുള്ള രീതിയിൽ എല്ലാ വോയിസ് ടെക്നിക്സും ഉപയോഗിച്ചാണ് ജാനകിയമ്മ പാടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇമോഷണൽ ആയിട്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ജാനകിയമ്മയുടെ പാട്ടുകളിലെ ഭാഷാപ്രേമമാണ്. മലയാള ഗായികമാർ പാടുന്ന അതേ ഉച്ചാരണ ശുദ്ധിയോട് കൂടിയാണ് ജാനകിയമ്മ എല്ലാ കാലത്തും പാടിയിട്ടുള്ളത്. ജാനകിയമ്മയുടെ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ ജാനകിയമ്മ മലയാളി അല്ല എന്ന് ഒരാൾക്ക് തോന്നുമെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. എല്ലാ കാലത്തും ജാനകിയമ്മ ആ ഒരു നിഷ്ഠ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. എല്ലാ പാട്ടുകളിലും ആ ഭാഷയോടുള്ള പ്രണയം കൂടി കൃത്യമായിട്ട്. അതുകൊണ്ട് തന്നെ ജാനകിയമ്മ മനോഹരമായി മലയാളം സംസാരിക്കുകയും ചെയ്യും. ജാനകിയമ്മയ്ക്ക് നമ്മുടെ നാടിനോടും നമ്മുടെ പാട്ടുകളോടും പലപ്പോഴും ചില പാട്ടുകളുടെ അർത്ഥത്തെ കുറിച്ചൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. മറ്റൊരു ഭാഷയിലുള്ള ഒരാൾ അത്ര കൊണ്ട് ഉൾക്കൊണ്ടാണ് പാടുന്നത്. ഇരു കണ്ണുതുള്ളികൾ ഒരു സുന്ദരിയുടെ ആ പാട്ടിനെ കുറിച്ച് ഈയിടെ ജാനകിയമ്മ പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അതുപോലെ ഏത് പാട്ടും അതിന്റെ അർത്ഥം മനസ്സിലാക്കി, വാക്കുകളുടെ ഉച്ചാരണം ചോദിച്ച് മനസ്സിലാക്കി, ഞാൻ മറ്റൊരു നാട്ടിൽ ജനിച്ചു കൊള്ളുന്ന ആളെന്നുള്ള ചിന്ത മനസ്സിലുള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുത്താണ് ഓരോ പാട്ടുകളും പാടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പാട്ടുകൾക്കൊന്നും മരണമില്ല. ജാനകിയമ്മയുടെ ഭൗതിക ശരീരം മാത്രമേ നമ്മളെ വിട്ടുപോകുന്നുള്ളൂ. ജാനകിയമ്മയുടെ സംഗീതം മലയാളി എന്നല്ല, അല്പമെങ്കിലും ഹൃദയമുള്ള ഏതൊരു മനുഷ്യനും, ഒരു മനുഷ്യജീവിയെങ്കിലും ഭൂമിയിൽ ഉണ്ടെങ്കിൽ അന്ന് വരേക്കും അത് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കും. ഈ പ്രപഞ്ചത്തിൽ, ഈ അന്തരീക്ഷത്തിൽ അത് പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കും. വളരെ നന്ദി സുദീപ്, ഇത്ര കാവ്യാത്മകമായി ജാനകിയമ്മയെ അനുസ്മരിച്ചത്.